റബ്ബർ വില 250 കടന്നതിനെ തുടർന്ന് റബ്ബർ കാർഷിക മേഖലയിൽ ഉണ്ടായ ഉണർവ് റബ്ബർ നഴ്സറികൾക്കും ഊർജ്ജമായി. റബ്ബർ ആവർത്തന കൃഷിക്കും പുതുകൃഷിക്കും കൂടുതൽ ആളുകൾ രംഗത്തെത്തുന്നതോടെ റബ്ബർ തൈകൾക്ക് വലിയ ഡിമാൻഡാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ 10 വർഷത്തിനിടെ റബ്ബർ നഴ്സറികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞത് റബ്ബർ തൈകളുടെ ലഭ്യതക്കുറവിനും കാരണമായിട്ടുണ്ട്. വേനൽക്കാലത്ത് റബ്ബർ ഉൽപ്പാദനം കുറയുമ്പോൾ റബ്ബർ വില ഉയരുകയും ഉൽപ്പാദനം പൂർവ്വസ്ഥിതിയിലാകുമ്പോൾ വില കുറയുന്നതുമാണ് കുറച്ചു വർഷങ്ങളായി കണ്ടുവന്നിരുന്നത്. എന്നാൽ ഇത്തവണ ജൂൺ പകുതിയോട് അടുക്കുമ്പോഴും റബ്ബർ വില 250 മുകളിൽ തുടരുകയാണ്. ഇത് റബ്ബർ കാർഷിക മേഖലയിൽ വലിയ ഉണർവിന് കാരണമായി. റബ്ബർ ഉപേക്ഷിച്ച് മറ്റ് കൃഷികളിലേക്ക് തിരിഞ്ഞിരുന്ന പലരും വീണ്ടും റബ്ബർ കൃഷിയിലേക്ക് മടങ്ങിയെത്തുകയാണ്. റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചേക്കുമെന്ന പ്രതീക്ഷയും ഇതിന് മറ്റൊരു കാരണമായി. ഇതോടെ റബ്ബർ തൈകൾക്ക് മുൻ വർഷങ്ങളിലേതിനേക്കാൾ ഡിമാൻഡ് വർദ്ധിച്ചു. എന്നാൽ ആവശ്യാനുസരണം റബ്ബർ തൈകൾ ലഭ്യമല്ല എന്നതാണ് പുതിയ പ്രതിസന്ധി. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് റബ്ബർ നഴ്സറികളുടെ എണ്ണം പകുതിയിൽ താഴെയായി. തൈകൾ മുളപ്പിക്കുന്നതിന് വേണ്ടത്ര കായ്കൾ ലഭിക്കാതിരുന്നതും റബ്ബർ തൈ ഉൽപ്പാദനത്തെ ബാധിച്ചു. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഒത്തിരി എൻക്വയറീസും ഫോൺ കോൾസും വരുന്നുണ്ട്. മഴ കൂടുതൽ കാരണം റബ്ബറിൻ്റെ വിത്ത് കിട്ടാനായിട്ട് ഒരു വലിയ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നഴ്സറികളിലെ തൈകളുടെ ഉൽപ്പാദനത്തെയും അത് ബാധിച്ചിട്ടുണ്ട്. ആ ഒരു ഷോർട്ടേജ് തൈകളുടെ എണ്ണത്തിൽ ഈ വർഷം ഉണ്ട്. മുൻവർഷങ്ങളിൽ പ്രതീക്ഷയ്ക്കൊത്ത് റബ്ബർ തൈകൾ വിറ്റുപോകാതിരുന്നതും ഉൽപ്പാദനത്തിൽ നിന്നും നഴ്സറികളെ പിന്നോട്ട് വലിച്ചു. ആവശ്യം വർദ്ധിച്ചതോടെ പരമാവധി തൈകൾ ബഡ് ചെയ്ത് വിൽപ്പനയ്ക്ക് ഒരുക്കുന്ന തിരക്കിലാണ് നഴ്സറികൾ. RRII 430 ഇനത്തിൻ്റെ തൈകൾക്കാണ് നിലവിൽ ഏറ്റവും ഡിമാൻഡ്. RRII 105-ന് വളരെ പരിമിതമായി മാത്രമേ ആവശ്യക്കാർ എത്തുന്നുള്ളൂ. മുൻപൊക്കെ കൂടത്തൈകളും കോൽത്തൈകളുമാണ് കൂടുതലായി വിറ്റിരുന്നതെങ്കിൽ ഇപ്പോൾ കപ്പ് തൈകൾക്കാണ് ഡിമാൻഡ് ഏറെ. അതേസമയം തൈകൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചെങ്കിലും കഴിഞ്ഞ 5 വർഷത്തിനിടെ തൈകളുടെ വിലയിൽ 10 മുതൽ 20 രൂപയുടെ വർധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നും കൂലി, വളം, നടീൽ വസ്തുക്കൾ തുടങ്ങിയ ചെലവുകൾ വൻതോതിൽ വർദ്ധിച്ചതായും നഴ്സറി ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നു. അമൃത ന്യൂസ്, കോട്ടയം.